ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസ് മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് അളവിന് കൊണ്ടുവന്ന ബ്ലൗസും അതിൻ്റെ തന്നെ മെറ്റീരിയലും ഞാൻ തേച്ച് എടുക്കാറുണ്ട്. അതിന് ശേഷം മാത്രമേ ഞാൻ വെട്ടാറുള്ളൂ. കാരണം എനിക്കെപ്പോഴും ഇങ്ങനെ തേച്ച് വെച്ച ശേഷം ഞാൻ തുണി വെട്ടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അത്ര നന്നായിട്ട് എനിക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേച്ചിട്ട് മാത്രമേ എപ്പോഴും തുണി വെട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തുണി ഒന്ന് തേച്ച ശേഷം നമ്മൾ ആ ബ്ലൗസ് മെറ്റീരിയൽ നാലായിട്ട് ഇതുപോലെ മടക്കുക. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഞാനൊരു സ്കെയിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡൊന്ന് വെട്ടിക്കൊടുത്തതാണ്. അതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ അളവ് അത് കറക്റ്റായിട്ട് ആ ബ്ലൗസ് അതുപോലെ തന്നെ വെച്ചിട്ട് ബാക്കി കൈയുടെ ഭാഗങ്ങളെല്ലാം അടയാളം ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഞാനൊരു പിന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഓരോന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നിങ്ങളതിലൊരു പിന്നുണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച ശേഷം മാത്രം തുണികൾ വെട്ടിക്കൊടുക്കുക. നമ്മൾ കൈ വെട്ടി മാറ്റിയിട്ടുണ്ട്. നമ്മൾ തുണി നേരെ ഇട്ടതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കും അതിൻ്റെ സൈഡുമാണ് നമ്മൾ അതേ അളവിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് വെട്ടിക്കൊടുക്കുക. ബാക്ക് പീസ് ഞാൻ വെട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് അളവ് കിട്ടുന്ന രീതിയിൽ നമ്മൾ തുണി എടുത്തിടുക. ഇട്ട ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുക്കാൻ. നമ്മളെപ്പോഴും ഞാൻ ബ്ലൗസ് വെട്ടുന്ന സമയത്ത് ആദ്യം എപ്പോഴും കൈയാണ് വെട്ടി മാറ്റുന്നത്. അതിന് ശേഷം ബാക്ക് പീസ്, പിന്നെ ഫ്രണ്ട് പീസ്. ചിലരങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ബ്ലൗസിൻ്റെ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തികയാതുണ്ടെങ്കിൽ നമുക്ക് കട്ട് പീസ് എങ്ങനെയായാലും എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ഈ ബ്ലൗസിൻ്റെ അളവ് എത്രയൊക്കെയാണ് എടുത്തതെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ നമ്മൾ എത്രയാണ് അളവെടുത്തെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ബ്ലൗസ് നമ്മൾ ഏകദേശം കട്ട് ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക,